കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 17 ശ്ലോകം 39 ചെയ്തു നമ്മൾ. അതിൽ ഒരു സാധകന് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥനാവണമെന്നാണ് ആഗ്രഹം ഉള്ളതെച്ചാൽ അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാം. എങ്ങനെ അവനവൻ്റെ സ്വകുലത്തിലും സ്വവർണത്തിലും ഒക്കെ, അല്ലെങ്കിൽ സ്വജാതിയിലോ അല്ലെങ്കിൽ സ്വവർണത്തിലുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമം തുടങ്ങാം എന്ന് പറഞ്ഞു നമ്മൾ. അല്ലെ, ഇനി 40 വായിക്കാം. ഇജ്ജാധ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാജനം. ഇജ്ജാധ്യയനദാനാനി അതായത് ഇജ്ജം യാഗമാണല്ലോ, യാഗം. പിന്നെ സ്വാധ്യായം അല്ലെങ്കിൽ അധ്യായം, അത് അധ്യയനം, വേദം അധ്യയിക്കുക. അതായത് യാഗം, വേദം പഠിക്കുക. ദാനം ഇവ സർവേഷാം ബ്രാഹ്മണ ക്ഷത്രിയ ദ്വിജന്മനാം ച. ഈ യാഗം ചെയ്യലും വേദാധ്യയനം ചെയ്യലും ദാനം ചെയ്യലൊക്കെ ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും വൈശ്യന്മാർക്കും എല്ലാവർക്കും നല്ല പ്രധാനം തന്നെയാണ്, നല്ല ധർമ്മമായിട്ട് തന്നെയാണ്. പ്രതിഗ്രഹവും അധ്യാപനം, വേദം പറഞ്ഞു കൊടുക്കുന്നതും, യാജനം ച യാഗം ചെയ്യിപ്പിക്കുന്നതും, എന്നിട്ട് അതിന് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം മേടിക്കുക. അപ്പോൾ ഒരു ഉപജീവന മാർഗമായിട്ട്, അതായത് പുരോഹിതന്മാരൊക്കെ. ബ്രാഹ്മണസ്യ ഏവ, അത് ബ്രാഹ്മണന് മാത്രമാണ്. അപ്പോൾ എന്താ ഇതിൽ പറയണമെന്ന് വെച്ചാൽ, ഈ യാഗവും വേദാധ്യയനവും ദാനവും ഒക്കെ ബ്രാഹ്മണക്കാർക്കും ക്ഷത്രിയന്മാർക്കും വൈശ്യന്മാർക്കും ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പ്രതിഫലം മേടിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും യാഗം ചെയ്യിപ്പിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യാൻ ബ്രാഹ്മണന് മാത്രമേ അർഹതയുള്ളൂ. എന്നുവെച്ചാൽ അവർക്കാവില്ല അതിനെപ്പറ്റി അധികം അറിവ്. അതുകൊണ്ടാണ്, അതാണ് പറയുന്നത്. യാഗം ചെയ്യുക, അധ്യയനം, വേദാധ്യയനം ചെയ്യുക, ദാനമൊക്കെ ഈ ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ എല്ലാ ബ്രാഹ്മണരെയും ക്ഷത്രിയർക്കും വൈശ്യന്മാർക്കൊക്കെ അവർക്കൊക്കെ ഉപനയനമുണ്ട്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാം. പക്ഷേ പ്രതിഗ്രഹം സ്വീകരിക്കുക, അതായത് പ്രതിഫലമൊക്കെ മേടിക്കുക, പിന്നെയോ വേദം പഠിപ്പിക്കുക, യാഗം ചെയ്യിപ്പിക്കുക, അതൊക്കെ ബ്രാഹ്മണർക്ക് മാത്രം പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് വിധിച്ചതല്ലാന്ന്. ബ്രാഹ്മണർക്ക് മാത്രമേ ചെയ്യിപ്പിക്കാനൊക്കെ അറിയുള്ളൂ വെച്ചിട്ടാവും. ചെയ്യിപ്പിക്കുക, അത് ചെയ്യിപ്പിച്ചതിന് പ്രതിഫലം മേടിക്കുക, അതൊക്കെ ബ്രാഹ്മണർക്കേ പാടുള്ളൂ. പക്ഷെ ചെയ്യാൻ യജമാനനായിട്ട് ക്ഷത്രിയനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ ആവാം. യജ്ഞവും വേദാധ്യയനവും ദാനവും ഒക്കെ അവർക്കൊക്കെ ചെയ്യാം. ഇജ്ജാധ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാജനം. 41 പ്രതിഗ്രഹം മന്യമാനസ്തപസ്തേജോയശോനുദം അന്യാഭ്യാമേവ ജീവേത ശിലേർവാ ദോഷദൃക് തയോഹോ. 41 പ്രതിഗ്രഹം തപസ് തേജോ യശോനുദം. തപസ്, തേജസ്, കീർത്തി ഇവയെ നാശം ചെയ്യുന്നതായിട്ട് മന്യമാന വിചാരിക്കുന്നവൻ, അന്യാഭ്യാമേവ അധ്യാപനം, അതായത് പഠിപ്പിക്കുക, യജ്ഞം ചെയ്യിപ്പിക്കുക കൊണ്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു. തയോഹോ അവയിലും ദോഷദൃക്, അതായത് അതിലും ദോഷം കാണുന്നവൻ, ശിലൈ വ ക്ഷേത്രങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ധാന്യം മാത്രമൊക്കെ എടുത്ത് ജീവിക്കണം എന്ന്. എന്താണ് പറയണമെന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമാണ് ഇതൊക്കെ കേട്ടോ. പ്രതിഗ്രഹം സ്വീകരിക്കുന്നത്, അതായത് പ്രതിഫലമായിട്ട് എന്തെങ്കിലും നമ്മളൊക്കെ ചെയ്തു കൊടുത്തേനെ. പ്രതിഗ്രഹം സ്വീകരിക്കുന്നത് തപസ്, തേജസ്, യശസ് എന്നിവയ്ക്ക്
ഒരു ഒരു ബ്രാഹ്മണൻ്റെയോ ബ്രാഹ്മണൻ അതിന് പ്രതിഗ്രഹം സ്വീകരിച്ചാൽ ആ ബ്രാഹ്മണൻ്റെ തപസ്സും തേജസ്സും യശസ്സും ഒക്കെ കുറഞ്ഞു പോവും, അല്ലെങ്കിൽ അതിന് ഹാനി തട്ടും എന്ന് കരുതുന്ന ആൾ മറ്റ് 2 കൊണ്ട് തന്നെ ജീവിക്കണം. അതായത് പിന്നെ അധ്യാപന പിന്നെ പഠിപ്പിച്ച് പൈസ പ്രതിഫലം മേടിക്കണതും യജ്ഞങ്ങൾ ചെയ്യാൻ സഹായിച്ച് പ്രതിഫലം മേടിക്കുന്നതും ദോഷമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാടത്തൊക്കെ വീണ് കിടക്കുന്ന ധാന്യങ്ങൾ കൊണ്ട് തന്നെ ജീവിക്കണം പിന്നേന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഇതിപ്പോൾ ഈ ബ്രാഹ്മണർക്ക് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ പറഞ്ഞുവല്ലോ, ചെയ്യിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ പാടുള്ളൂ പറഞ്ഞില്ലേ. അങ്ങനെ ചെയ്യിപ്പിക്കുകയും വേദമധ്യയനം ചെയ്തും ഉപജീവനം കഴിക്കണത് തൻ്റെ തപസ്സിനും തേജസ്സിനും കുറവ് വരുത്തും എന്ന് തോന്നുന്ന ബ്രാഹ്മണരെ പ്രതിഫലം മേടിക്കാതെ കൃഷിസ്ഥലത്തു നിന്നൊക്കെ വീണ് കിട്ടുന്ന ധാന്യങ്ങൾ അല്ലെങ്കിൽ എതിർച്ഛയാ ലാഭസന്തുഷ്ടന്മാരായി ജീവിക്കേണ്ടി വരും എന്നാണ് പറയണത്. ചിലർക്കത് വയ്യ തോന്നിച്ചാൽ പിന്നെ ചെയ്യുമല്ലോ അല്ലേ. ഇപ്പോൾ യജ്ഞങ്ങൾ ചെയ്യാൻ സഹായിച്ചു, അതിന് പ്രതിഫലം മേടിക്കുകയ്യ തോന്നിയാൽ പിന്നെ മേടിക്കുകയ്യ. അത് എനിക്ക് എൻ്റെ തപസ്സിന് ഹാനിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ പിന്നെ ആ സാത്വികതയ്ക്ക് കോട്ടം തട്ടുന്ന തോന്നുകയാണെങ്കിൽ, അതായത് വേദം പഠിപ്പിക്കുന്നതൊക്കെ ഒരു ഭഗവാന് ചെയ്യുന്നൊരു സർവീസ് അല്ലെങ്കിൽ ഭഗവതർപ്പണമായിട്ടാണ് വേദം പഠിപ്പിക്കണം, എനിക്കതിന് പ്രതിഫലമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾ, അതേപോലെ തന്നെ യാഗമൊക്കെ ചെയ്യിപ്പിക്കണത് ഭഗവാന് വേണ്ടിയിട്ടാണ്, എനിക്കതിന് പ്രതിഫലം വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾ പിന്നെ പാടത്തൊക്കെ വീണ് കിടക്കുന്ന ധാന്യങ്ങളോ അല്ലെങ്കിൽ എതിർച്ഛയാ ലാഭസന്തുഷ്ടന്മാരായി ജീവിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്രതിഗ്രഹം മന്യമാനസ്തപസ്തേജോ യശോനുദം അന്യാഭ്യാമേവ ജീവേത, ബാക്കി കാര്യങ്ങളെ കൊണ്ട് ജീവിക്കണമെന്ന്. ശിലേർവാ ദോഷദൃക്തയോഹോ, തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളെ കൊണ്ട് ഉപജീവനം ചെയ്യണം. ബ്രാഹ്മണസ്യ ച ദേഹോയം ക്ഷുദ്രകാമായ നേഷ്യത്തെ കൃച്ഛായ തപസേ ചേഹ പ്രേത്യാനന്ദസുഖായ ച. ഒരു ബ്രാഹ്മണൻ ആ ക്ലേശങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാവണമെന്ന് പറയണം. എന്താ അറിയോ, എന്താച്ചാൽ ബ്രാഹ്മണൻ്റെ അയം ദേഹ, ഈ ദേഹം ക്ഷുദ്രകാമായ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈശ്യതയെ ഇച്ഛിക്കപ്പെടുന്നില്ല. ശരിക്കും ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരു സാത്വികനായിട്ടുള്ള ബ്രാഹ്മണന് ഇങ്ങനെ പ്രതിഫലം വാങ്ങിയിട്ട് ഓരോന്ന് ചെയ്യാനൊന്നും ഇഷ്ടപ്പെടില്ല. എന്താ കാരണം വെച്ചാൽ ആ ബ്രാഹ്മണൻ്റെ ദേഹം ഈ അല്പമായിട്ടുള്ള വിഷയസുഖത്തിന് വേണ്ടിയൊന്നും ആഗ്രഹിക്കണില്ല. ശരിക്കും ബ്രഹ്മജ്ഞാനം വന്ന ബ്രാഹ്മണന് അല്ലെങ്കിൽ നല്ല സാത്വികനായിട്ടുള്ള ബ്രാഹ്മണന് ഈ ദേഹത്തിനോട് അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ല. വെറുതെ അല്പമായിട്ടുള്ള ഈ വിഷയസുഖത്തിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണൻ ഇച്ഛിക്കില്ല. ഇഹകൃച്ഛായ തപസ്സെ, ഈ ലോകത്തിൽ കഷ്ടപ്പെടുവാനും തപസ്സു ചെയ്യാനും, ഇഹാച്ച ഇവിടെ ഈ ലോകത്തിൽ, കൃച്ഛായ അതായത് കഷ്ടപ്പാട് സഹിക്കാനും തപസ്സ് ചെയ്യാനും പ്രേത്യ ആയതിനാൽ മരണം സംഭവിച്ചും അനന്ത മോക്ഷം പ്രാപിക്കുന്നുവാൻ സുഖായാച്ച ആഗ്രഹിക്കപ്പെടുന്നു. അതായത് ശരിക്കൊരു നല്ല അറിവുള്ള ബ്രാഹ്മണനാണെങ്കിൽ എന്താണ്, ഈ ശരീരം ക്ഷുദ്രമായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഒരിക്കലും നല്ലൊരു ബ്രാഹ്മണൻ ഇച്ഛിക്കില്ല. മാത്രമല്ല ഈ ദേഹം ഇവിടെ ക്ലേശങ്ങൾ അനുഭവിക്കാനും തപസ്സിനും ഉള്ളതാണ്, എന്നാലേ മരണാനന്തരം എനിക്ക് നിത്യാനന്ദം ലഭിക്കുള്ളൂ എന്ന് അറിവുണ്ട് ആ ബ്രാഹ്മണന്. അതുകൊണ്ട് ബ്രാഹ്മണൻ പ്രതിഫലം ഇച്ഛിച്ചൊന്നും ചെയ്യില്ല. എന്താ വെച്ചാൽ ക്ഷുദ്രമായിട്ടുള്ള വിഷയസുഖങ്ങളുടെ വേണമെന്ന് ആഗ്രഹിക്കണില്ല. ശരിക്കും അദ്ദേഹം എന്താ വിചാരിക്കണം വെച്ചാൽ, ഈ ദേഹം എന്തിനാണ് ക്ലേശങ്ങൾ അനുഭവിക്കാൻ, എൻ്റെ പ്രാരബ്ധവശാൽ എനിക്ക് അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അനുഭവിച്ച് തീർക്കാനും തപസ്സിനും ഉള്ളതാണ്. എന്നിട്ട് എനിക്ക് മരണാനന്തരം മോക്ഷം കിട്ടും തന്നെയാണ്, മോക്ഷം കിട്ടണം തന്നെയാണ് ബ്രാഹ്മണൻ, നല്ലൊരു സാത്വിക ബ്രാഹ്മണൻ ആലോചിക്കുക. ഈ ദേഹം കൊണ്ട് എനിക്ക് ക്ലേശം വന്നാൽ സാരമില്ല, അത് എൻ്റെ പ്രാരബ്ധകർമ്മവശാൽ ഞാൻ അനുഭവിക്കേണ്ട ക്ലേശങ്ങളാണ്, അത് അനുഭവിച്ച് തീർക്കണം എനിക്ക് എന്ന് പറഞ്ഞ് അതൊക്കെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നതിനും
തപസ്സിനും ഉള്ളതാണ് ഈ ദേഹം തന്നെ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വിചാരിക്കും അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഈ ദേഹത്തിനോട് ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ എനിക്ക് മരണാനന്തരം എന്ത് കിട്ടും, മോക്ഷം കിട്ടുന്നതാണ് സാത്വിക ബ്രാഹ്മണൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പിന്നെ എന്താണ് പ്രതിഫലം മേടിച്ച് ചെയ്യാൻ ഇഷ്ടമല്ലാതെ വരണത്. കാരണം കുറച്ച് ക്ലേശമൊക്കെ ഉണ്ടാവും. അങ്ങനെ ക്ലേശങ്ങൾ അനുഭവിക്കാനാണ് ഞാൻ ഈ ശരീരം എടുത്തിരിക്കുന്നത്. അതൊക്കെ പിന്നെ സഹിച്ച് തപസ് ചെയ്ത് എനിക്ക് മോക്ഷം പ്രാപിക്കണം എന്നാവും. ബ്രാഹ്മണസ്യ ച ദേഹോയം ക്ഷുദ്രകാമായ നേഷ്യതേ കൃച്ഛായ തപസേ ചേഹ പ്രേത്യാനന്ദസുഖായ ച. അനന്തമായ സുഖമാണല്ലോ അത് വെച്ചാൽ എന്നുള്ള ഇറ്റേണൽ സുഖത്തിലേക്ക് എനിക്ക് എത്തണമെന്ന്. അല്ലാതെ ഈ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകാൻ മോഹം ഉണ്ടാവില്ല. ഇനി 43. ശിലോഞ്ചവൃത്യ പരിതുഷ്ടചിത്തോ ധർമ്മം മഹാന്തം വിരജം ജുഷാണഃ മയ്യർപ്പിതാത്മാഗൃഹ ഏവ തിഷ്ഠ നാദിപ്രസക്ത സമുപൈതി ശാന്തിം. അപ്പോൾ ശിലോച്ഛവൃത്യ, അതായത് പാടത്തൊക്കെ പിന്നെ എന്താ പറയുക, ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പാടത്തൊക്കെ തെറിച്ച് കിടക്കണ നെല്ല് ശേഖരിച്ചും പിന്നെയോ അതുപോലെ തന്നെ പീഡിക തിണ്ണമ്പലൊക്കെ കിടക്കുന്നതും പാടത്ത് കിടക്കുന്നതുമായിട്ടുള്ള ധാന്യം പെറുക്കി ജീവിക്കുക, അതിനാണ് ശിലോഞ്ച വൃത്തി എന്ന് പറയണത് കേട്ടോ. ശിലോഞ്ച വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പാടത്തും പിന്നെ അത് കൊണ്ട് വിൽക്കണ പീഡിക തിണ്ണേമ്പിലൊക്കെ വീണ് കിടക്കുന്ന ധാന്യം മാത്രം എടുത്തിട്ട് അതുകൊണ്ട് വിശപ്പടക്കുക, അതാണ് ശിലോഞ്ച വൃത്തി പറയണത് കേട്ടോ. ജീവിക്കുന്നതിനാൽ പരിതുഷ്ട, അത് മതി, അതിൽ അങ്ങനെ കിട്ടിയ ധാന്യം പിന്നെ മതി എന്ന് സന്തോഷിച്ച്, പരിതുഷ്ട പറഞ്ഞാൽ അതിൽ സന്തോഷിച്ച് ചിത്ത, അങ്ങനെയുള്ള ചിത്തത്തോടു കൂടിയവനായി വിരജം നിഷ്കാമമായി മഹാന്തം ധർമ്മം, ഉത്തമമായ എല്ലാ ധർമ്മങ്ങളെയും ജുഷാണ അനുഷ്ഠിക്കുന്നവൻ, മയി അർപ്പിതാത്മാ എന്നിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട്, നാദി സ്വന്തം പുത്രന്മാരോടും പുത്രികളോടും പ്രസക്ത അധികം അറ്റാച്ച്മെൻ്റ്, രാഗം പ്രസക്ത എന്താ അത്ര വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഗൃഹേ ഏവ ഗൃഹസ്ഥാശ്രമത്തിൽ തിഷ്ഠൻ ഇരുന്നു കൊണ്ട് തന്നെ ശാന്തിം സമുപേതി മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന്. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, അങ്ങനത്തെ ബ്രാഹ്മണൻ, സാത്വിക ബ്രാഹ്മണനെ പാടത്തും പീഡികത്തിണ്ണേമ്പിലും ഒക്കെ കിടക്കണ ധാന്യം കൊണ്ട് സന്തുഷ്ട മനസ്സോടുകൂടി നിഷ്കാമവും വളരെ മഹത്തരവുമായ ധർമ്മത്തെ സേവിക്കുന്നവനും എന്നിൽ അർപ്പിച്ച മനസ്സോടുകൂടിയവനുമായി അവനവൻ്റെ ഗൃഹത്തിൽ തന്നെ ഇരുന്നാലും അത്യാസക്തി ഇല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ പരമശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് പറയണത്. അതായത് എത്ര നല്ലതല്ലേ, അങ്ങനെ എതിർച്ചയാ കിട്ടുന്നതിൽ മനസ്സ് സന്തുഷ്ടമായാൽ കഴിഞ്ഞൂല്ലോ. പിന്നെ മോഹം ഉണ്ടെങ്കിലല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അതിൽ തൃപ്തിയാണെന്ന് വെച്ചാൽ കഴിഞ്ഞില്ലേ. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. നോക്കൂ, പീഡികത്തിണ്ണേമ്പിലും പാടത്തൊക്കെ കിടക്കണ ധാന്യം എത്ര കിട്ടിയേച്ചാൽ അതിൽ നല്ല സന്തുഷ്ടി, അത്ര മതി എനിക്ക്, ഇതാണ് എനിക്ക് ഭഗവാൻ വിധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അതിൽ സന്തുഷ്ടിയോടുകൂടി പിന്നെയോ നിഷ്കാമമായിട്ട് എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കുകയും ഭഗവാനിൽ അർപ്പിതമായ മനസ്സോടുകൂടിയവനുമായിട്ട് ഒരു ഗൃഹസ്ഥൻ ഇരിക്കുകയാണെങ്കിൽ വലിയ ആസക്തി ഉണ്ടാവരുത് മക്കളോടും ഭാര്യമാരോടും. പ്രസക്ത പറഞ്ഞില്ലേ, വലിയ ആസക്തിയുമില്ലാതെ ഇരിക്കുന്ന ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു സാധകൻ തീർച്ചയായിട്ടും പരമശാന്തിയെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയാം, ഗൃഹസ്ഥനായാലും. പിന്നെയോ ശിലോഞ്ചവൃത്യ പരിതുഷ്ടചിത്ത, അതാണ് ശിലോഞ്ചവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കുകയാണ്, അതാ കിട്ടുന്നത് കൊണ്ട്. ശിലോഞ്ചവൃത്യ പരിതുഷ്ടചിത്തോ ധർമ്മം മഹാന്തം വിരജം ജുഷാണ മയ്യർപ്പിതാത്മാ ഗൃഹ ഏവ തിഷ്ഠന്നാദിപ്രസക്ത സമുപൈതി ശാന്തിം. ഇനി 44. ഇനി ഇതിപ്പോൾ അകിഞ്ചനന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി എന്താണ് കിഞ്ചനന്മാർ, നമ്മൾ ഇതുവരെ പറഞ്ഞ നിഷ്കിഞ്ചനന്മാർ, ഒന്നിനും
അതായത് ഒന്നും അവനവൻ്റെ സ്വത്താണെന്ന് കരുതി പിടിച്ചു പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാത്ത ആളെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? നല്ല അങ്ങനത്തെ ബ്രാഹ്മണൻ്റെ അല്ലേ പറഞ്ഞത്? ഒന്നും അവനവൻ്റെ എന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാത്തവരെയാണല്ലോ നിഷ്കിഞ്ചനൻ എന്ന് പറയുക. ഒന്നും അവനവൻ്റെ എന്ന് വിചാരിക്കാത്തവരെ. ഇനി കിഞ്ചനന്മാരുടെ പറയണത് ധനാഢ്യന്മാരുടെ. സമുദ്ധരന്തി യേ വിപ്രം സീതന്തം മത്പരായണം താനുദ്ധരിഷ്യേ നചിരാദാപദ്ഭ്യോ നൗരിവാർണവാദ്. 44. ഇനി ധനമുള്ളവരെ കാര്യം പറയണം കേട്ടോ. വിപ്രം മത്പരായണം, വിപ്രനെ എങ്കിലും എന്നിൽ ഭക്തിയുള്ളവനും സീതന്തം ഉപജീവനമാർഗമില്ലാതെ ദുഃഖിക്കുന്ന വേറൊരാളെ എങ്കിലും യേ സമുദ്ധരന്തി, ആരാണ് ഒരു ബ്രാഹ്മണ ഭക്തിയുള്ളവനും ഉപജീവനമാർഗം ഇല്ലാണ്ട് സീതന്തം ദുഃഖിച്ച് കഴിയുന്ന ഒരുത്തനെ എങ്കിലും യേ സമുദ്ര, ആര് രക്ഷിക്കുന്നുവോ താൻ അവരെ അർണവാത് നൗഹു ഇവ, സമുദ്രത്തിൽ നിന്നും കപ്പൽ രക്ഷിക്കുന്നത് പോലെ ആപദ്ഭ്യ, അപകടങ്ങളിൽ നിന്നും ചിരാത്, താമസിക്കാതെ, ചിരാത് പറഞ്ഞാൽ താമസം, വിത്തൗട്ട് ഡിലേ, ഉദ്ധരിഷ്യേ, ഞാൻ രക്ഷിക്കും. എന്താ ഇതിൽ ഭഗവാൻ പറയണമെച്ചാൽ, ഏത് ഗൃഹസ്ഥന്മാരാണ് ക്ലേശിക്കുന്നവരും എന്നെ തന്നെ ആശ്രയിച്ചവരുമായ മഹാത്മാക്കളെ, നല്ല പൈസ ഉള്ള ഏത് ധനവാനായിട്ടുള്ള സാധകൻ, ഏത് ധനവാനായിട്ടുള്ള ഗൃഹസ്ഥന്മാരാണ് കഷ്ടപ്പെടുന്നവരും എന്നെ തന്നെ ആശ്രയിച്ചവരുമായ മഹാത്മാക്കളെ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, അവരെ ഞാൻ എല്ലാ ആപത്തുകളിൽ നിന്നും എങ്ങനെ ഒരു തോണി സമുദ്രത്തിൽ എന്ന പോലെ ഞാൻ ഒരു താമസമില്ലാതെ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് എതിർച്ചയാലാപ സന്തുഷ്ടന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്കൊക്കെ ജീവിക്കാൻ വിഷമമില്ലാത്ത. ധനികരായിട്ടുള്ള ഗൃഹസ്ഥന്മാർ ഇങ്ങനത്തെ ബ്രാഹ്മണരെയും ക്ലേശിക്കുന്ന ബ്രാഹ്മണരെയും ബാക്കിയുള്ള നിർധനരെയും ഭക്തിയോടുകൂടി എന്നിൽ ഭക്തിയുള്ള ബാക്കി നിർധനരെയൊക്കെ മഹാത്മാക്കളെയൊക്കെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് ധനവാന്മാരായിട്ടുള്ള ഗൃഹസ്ഥന്മാർ പലരും രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കുന്ന ഗൃഹസ്ഥന്മാരെ ഞാൻ രക്ഷിക്കുന്നു പറയാണ് ഭഗവാൻ. ഏതുപോലെ സമുദ്രത്തിൽ പെട്ടിട്ട് നമ്മളെ ഒരു കപ്പൽ വന്ന് അല്ലെങ്കിൽ ഒരു തോണി വന്ന് നമ്മളെ രക്ഷിക്കണ പോലെ ഏത് ധനവാന്മാരായിട്ടുള്ള ഗൃഹസ്ഥന്മാരാണോ ക്ലേശിക്കുന്നവരും ഭഗവാനിൽ ഭക്തിയുള്ളവരുമായ മഹാത്മാക്കളായിട്ടുള്ളവരുടെ ദാരിദ്ര്യം തീർക്കാൻ സഹായിക്കണത്, അങ്ങനെയുള്ള ധനാഢ്യരായിട്ടുള്ള ഗൃഹസ്ഥന്മാരെ ഞാൻ രക്ഷിക്കും. കാരണം അവർ ബാക്കിയുള്ളവരെ രക്ഷിക്കണ്ടേ. നിർധനരായിട്ടുള്ളവരെ, എന്നിൽ ഭക്തിയുള്ള നിർധനരായിട്ടുള്ള ഭക്തന്മാരെയും ക്ലേശമനുഭവിക്കുന്ന ബ്രാഹ്മണരെയും ഒക്കെ അവർ രക്ഷിക്കണ്ട. അതുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും. ഏതുപോലെ കപ്പലിൽ ഒരു കപ്പൽ സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണ പോലെ ഞാൻ അവരെ രക്ഷിക്കും. സമുദ്ധരന്തിയെ വിപ്രം, അതായത് അത്ര പ്രധാനമാണ് നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ സഹായം ചെയ്യണം. നമുക്ക് ധനം ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കണം. സമുദ്ധരന്തിയെ വിപ്രം സീതന്തം മത്പരായണം താൻ ഉദ്ധരിഷ്യേ, ആരാണ് അവരെ ഉദ്ധരിക്കണ? ചിരാത്, താമസമില്ലാതെ, ആപദ്ഭ്യോ നൗരിവാർണവാദ്, അവരെ ഞാൻ ആപത്തുനിന്ന് രക്ഷിക്കും. ഏതുപോലെ തോണിയോ കപ്പലോ അർണവത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ, നൗരിവാർണവാദ് അല്ലേ, സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണ പോലെ. ഇനി 45 വായിക്കാം. സർവാഹ സമുദ്ധരേദ്രാജ പിതേവ വ്യസനാത് പ്രജാഹ ആത്മാനമാത്മനാ ധീരോ യഥാ ഗജപതിർഗജാൻ. ഒരു പിതാവ് പ്രജ ഇവ, തൻ്റെ മക്കളെ രക്ഷിക്കുന്നത് പോലെ രാജാവ് സർവ എല്ലാ പ്രജകളെയും വ്യസനാത്ത്, അതായത് കഷ്ടപ്പാടുകളിൽ നിന്നും
സമുദ്ധരേത് രക്ഷിക്കേണ്ടതാണ്. യഥാ ഗജപതി എങ്ങനെ ഒരു ആനക്കൂട്ടത്തിൻ്റെ നേതാവേ, അതാണ് ഗജപതി. എങ്ങനെ ഒരു ഗജപതി ആനക്കൂട്ടത്തിലത്തെ നേതാവ് ഗജാൻ ബാക്കി ആനകളെ രക്ഷിക്കുന്നുവോ അതുപോലെ ധീര ആത്മന വിവേകിയായ ഭക്തിജ്ഞാനങ്ങളാൽ സംസ്കാരം പ്രാപിച്ച ആത്മാനം തന്നെ സമുദ്ധരെ ഉദ്ധരിച്ചു കൊള്ളേണ്ടതാകുന്നു. ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ധീരനായിട്ടുള്ളൊരു രാജാവ് എങ്ങനെയാണ് പ്രജകളെയും അവനവനെയും ഒരു ഗജത്തിൻ്റെ നേതാവ്, ഒരു ആനക്കൂട്ടത്തിൻ്റെ നേതാവ് മറ്റു ഗജങ്ങളെ എന്ന പോലെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. അതായത് ആനക്കൂട്ടത്തിലത്തെ ആന ബാക്കി മൃഗങ്ങളെയൊക്കെ രക്ഷിക്കുന്നത് പോലെ നല്ല എന്താ പറയുക, അല്ലെങ്കിൽ ഒരു നല്ല അച്ഛൻ മക്കളെ രക്ഷിക്കണ പോലെ, രാജാവ് പ്രജകളെ രക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആനക്കൂട്ടത്തിലത്തെ ആനയുടെ കൂട്ടത്തിലത്തെ നേതാവ് ആനകളെ രക്ഷിക്കുന്നത് പോലെ നല്ല വിവേകവും ഉള്ള, അല്ലെങ്കിൽ നല്ല ഭക്തനും മഹാത്മാവുമായി വിവേകിയുമായിട്ടുള്ളൊരു മഹാത്മാവ് തന്നെയും ഉദ്ധരിച്ചു കൊള്ളണമെന്ന്. അവനവനെയും ഉദ്ധരിക്കണം, ബാക്കിയുള്ളവരെ ഉദ്ധരിക്കണം. പക്ഷേ ഈ വിവേകിയായിട്ടുള്ള ഒരു അച്ഛൻ മക്കളെ രക്ഷിക്കണ പോലെയും എന്താ പറയുക ഒക്കെ ചെയ്യും. അവനവനെയും സർവപ്രജകളെയും തന്നെയും രക്ഷിക്കണം എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. സർവാഹ സമുദ്ധരേ രാജ പിതേവ വ്യസനാത് പ്രജാഹ ആത്മാനമാത്മന, അവനവനെ തന്നെ രക്ഷിക്കണം. അതായത് അവനവൻ തന്നെ വേണം രക്ഷിക്കാനേ, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനേ നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ സ്വന്തം ഒരു മക്കളെ അച്ഛൻ രക്ഷിക്കണ പോലെ ആക്ച്വലി നമ്മളെ തന്നെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രജകളെ രാജാവ് രക്ഷിക്കണ പോലെ ആനത്തലവൻ ആനക്കുട്ടികളെ രക്ഷിക്കുന്ന പോലെ അവനവനെ തന്നെ രക്ഷിക്കണം, വിവേകിയായിട്ടുള്ളൊരു മഹാത്മാവ് ഭക്തൻ. സർവാഹ സമുദ്ധരേ രാജ പിതേവ വ്യസനാത് പ്രജാഹ ആത്മാനമാത്മനാ ധീരോ യഥാ ഗജപതിർഗജാൻ. ഇനി നമുക്ക് 46. ഏവം വിധോ നരപതിർ വിമാനേനാർക്കവർച്ചസ വിധൂയേഹാ ശുഭം കൃഷ്ണമിന്ദ്രേണ സഹ മോദതേ. ഏവം വിധ, ഇപ്രകാരം ഉള്ള കാര്യങ്ങളോടുകൂടിയ നരപതി രാജാവ് ഇഹലോകത്തിൽ കൃഷ്ണേന സകല പാപങ്ങളെയും അശുഭം നശിപ്പിച്ച്, സകല പാപങ്ങളെയും അശുഭങ്ങളെയും വിധൂയ നശിപ്പിച്ച്, അർക്കവർച്ചസൗ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന വിമാനത്തിൽ കയറി, ഇന്ദ്രേണ സഹ മോദത ഇന്ദ്രനോടുകൂടി മോദിക്കുന്ന, അതായത് അത്ര സുഖവും അവർക്കുന്നത്. എന്താ പറഞ്ഞ വെച്ചാൽ ഇപ്രകാരം ഇപ്പം ഈ പറഞ്ഞ പോലെ ഉള്ള രാജാവ് സൂര്യൻ എന്ന പോലെ പ്രകാശിക്കുന്ന വിമാനത്തിൽ കയറി എല്ലാ അശുഭങ്ങളെയും സകല പാപങ്ങളെയും മറികടന്ന് ഇന്ദ്രനോടുകൂടി ആനന്ദിക്കുന്നു. വെച്ചാൽ അവർക്ക് നല്ലത് വരുമെന്ന് പറയുകയാണ്. ഇങ്ങനെ ചെയ്യുന്നൊരു രാജാവ് ഇങ്ങനെയൊക്കെ ഇപ്രകാരം ഇപ്പം പറഞ്ഞ പോലെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണ ഒരാൾ സൂര്യനെ പോലെ പ്രകാശിക്കണ വിമാനത്തിൽ കയറിയിട്ട് എല്ലാ അശുഭങ്ങളെയും എല്ലാ പാപങ്ങളെയും മറികടന്ന് ഇന്ദ്രനോടുകൂടി ആനന്ദിക്കുന്നു, അവർക്ക് നല്ലത് വരുന്നർത്ഥം. ഏവം വിധോ നരപതിർ വിമാനേനാർക്കവർച്ചസ വിധൂയേഹാശുഭം, അതായത് അശുഭത്തിനെയൊക്കെ വിധൂയം നശിപ്പിക്കാന്ന്. കൃഷ്ണമിന്ദ്രേണ സഹമോദതേ, ഇന്ദ്രൻ്റെ കൂടെ രമിക്കും. 47 കൂടിയും ചെയ്ത് നിർത്താം. സീതൻ വിപ്രോ വണിവൃത്യ പണ്യൈരേവാപദം തരേത് ഖൽഗേന വാപദാക്രാന്തോ ന ശ്വവൃത്യ കഥഞ്ചന. സീതൻ ദുഃഖിക്കുക, അതായത് ഉപജീവനത്തിന് വകയില്ലാതെ ദുഃഖിക്കുന്ന ബ്രാഹ്മണൻ
വൈശ്യവൃത്തിയെ ആശ്രയിച്ച് വൈശ്യൻ്റെ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ട് പണ്യേഹ ഏവ, അതായത് കൈമാറിയിട്ട് പൈസ കിട്ടാൻ പറ്റുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ആപത്തിനെ കടക്കണം. അതായത് ഒരു ബ്രാഹ്മണന് ഉപജീവനം പറ്റുന്നില്ലെങ്കിൽ വൈശ്യൻ ചെയ്ത പണി ചെയ്താൽ വിരോധമില്ലാന്ന്. ബ്രാഹ്മണൻ്റെ ധർമ്മം അനുഷ്ഠിച്ചിട്ട് ഉപജീവനത്തിന് സാധ്യമല്ലാതെ വരുമ്പോൾ ഒരു വൈശ്യൻ ചെയ്യുന്ന ക്രയവിക്രയം ചെയ്യാം. ആപത്തിനെ, അതായത് ആപത്ത് സമയത്തേ പാടുള്ളൂ കേട്ടോ. അതാണ് അങ്ങനെ പറ്റാതെ വരുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ബ്രാഹ്മണന് വിധിച്ച കർമ്മങ്ങളെ ചെയ്യാവൂ. പക്ഷേ ബ്രാഹ്മണന് വിധിച്ച കർമ്മങ്ങൾ ചെയ്തിട്ട് ഉപജീവനം സാധിക്കാതെ വന്നാൽ അങ്ങനത്തെ ഒരു ആപത്ത് കാലത്ത് ക്രയവിക്രയം ചെയ്യാം വൈശ്യന്മാരെ പോലെ. അതിലും അപകടം ആക്രാന്ത ഉണ്ടാകുമെങ്കിൽ, അതിലധികം വിഷമുണ്ടായാൽ ഖൽഗേനാവ, ക്ഷത്രിയനെ പോലെയും ചെയ്യാം. കഥഞ്ചന ശ്വവൃത്യ എന്ന, പക്ഷേ നീചന്മാരെ സേവിച്ചിട്ട് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ചീത്ത ആൾക്കാരെ സേവ കൂടിയിട്ടും ഒക്കെ നമുക്ക് ഒരു പ്രതിഫലം മേടിച്ച് ജീവിക്കാൻ പാടില്ല. എന്താണതിൽ പറയണത് വെച്ചാൽ, ഈ ഒരു ബ്രാഹ്മണനെ, അതായത് വളരെ ആപത്തിൻ്റെ സമയത്ത് ഒരു ബ്രാഹ്മണന് വൈശ്യന്മാരെ പോലെ ക്രയവിക്രയം ചെയ്ത് ഉപജീവനം നടത്താം. അങ്ങനെ ഒരു ആപത്ത് വന്നാൽ ഒരു ബ്രാഹ്മണന് വൈശ്യന്മാരെ പോലെ വൈശ്യധർമ്മം അനുഷ്ഠിച്ച വിരോധമില്ല. അതായത് ക്രയവിക്രയം ബിസിനസ്സൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപജീവനം ചെയ്യാം. ഒരാപത്ത് വന്നാലേ പാടുള്ളൂ, അത് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ആപത്ത് വന്ന് പെട്ട ബ്രാഹ്മണൻ വൈശ്യവൃത്തി കൊണ്ട് എല്ലാം ആപത്തിനെ അകറ്റാം. പിന്നെയോ അതിലും അധികം ആപത്ത് വന്നാൽ ക്ഷത്രിയവൃത്തി സ്വീകരിച്ച് വാളെടുത്ത് യുദ്ധം ചെയ്തും ആപത്തിനെ കടക്കാം. ഇതൊക്കെ ആപത്തിലാണ്. ഭയങ്കര ആപത്ത് വന്നു വെച്ചാൽ യുദ്ധം ചെയ്തിട്ടേ ആപത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ വെച്ചാൽ യുദ്ധം ചെയ്ത് ആപത്തിനെ കടക്കാം. അതായത് ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കാം. പക്ഷേ ശ്വവൃത്തിയ കഥഞ്ചന, നായെപ്പോലെ ദുഷ്ടന്മാരെ സേവിച്ച് ഒരിക്കലും നമ്മൾ പ്രതിഫലം മേടിക്കരുത്. എത്ര ആപത്ത് വന്നാലും ദുഷ്ടന്മാരെ സേവിച്ച് ഉപജീവനം ചെയ്യാൻ പാടില്ല. നായകളെപ്പോലെ, നായക്കൊന്നും അറിയില്ലല്ലോ, പട്ടിയെപ്പോലെ ദുഷ്ടന്മാരെ സേവിച്ചിട്ട് ഒരിക്കലും ഉപജീവനം ചെയ്യരുതെന്ന്. അതായത് ഇപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ആപത്തിൽ പെട്ടാൽ നമുക്ക് നമ്മുടെ വർണ്ണത്തിൻ്റെ അല്ലാതെ ഒരു പ്രവൃത്തി സ്വീകരിക്കാം, വിരോധമില്ല. എന്നാൽ ക്ഷത്രിയവൃത്തിയിൽ ക്ഷത്രിയന്മാരെ ചിലപ്പോൾ നമുക്ക് കൊല്ലുമൊക്കെ വേണ്ടിയില്ല, വാളൊക്കെ എടുത്തിട്ടേ. അപ്പം അതും അത്രയ്ക്കൊരാപത്ത് വന്നാലേ വയ്ക്കൂ. പക്ഷേ അതുകൊണ്ടാണ് ആദ്യം ക്ഷത്രിയൻ്റെ പറയാത്തത്. ഈ ബ്രാഹ്മണൻ കഴിഞ്ഞാൽ സ്വതേ ക്ഷത്രിയനാണല്ലോ. പക്ഷേ ക്ഷത്രിയവൃത്തിയിൽ ചിലപ്പോൾ കൊല്ലുമൊക്കെ വേണ്ടിയില്ല. അതുകൊണ്ടാണ് ആപത്ത് വന്ന ആദ്യം വൈശ്യവൃത്തി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അതിലും കൂടി ആപത്ത് വന്നു, നമുക്ക് തമ്മിൽ തല്ലി യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം വെച്ചാൽ അപ്പോൾ ക്ഷത്രിയൻ്റെ ആവാം. പിന്നെ പറയണത് ദുഷ്ടന്മാരെ സേവിച്ചിട്ട് ഒരിക്കലും ഉപജീവനം ചെയ്യരുത്. അത് പറഞ്ഞ് നമുക്ക് നിർത്താം. സീതൻ വിപ്രോ വണിവൃത്യ പണ്യേരേവാപദം തരേത് ഖൽഗേന വാപദാക്രാന്തോ ന ശ്വവൃത്യ കഥഞ്ചന, അതൊരിക്കലും പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.